കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സുഗന്ധിക്കിട്ട് 8ന്റെ പണി കിട്ടുന്നുണ്ട്. ഇത്രയും കാലം ചെയ്ത ക്രൂരതകൾക്കൊക്കെ സുഗന്ധി അനുഭവിക്കാൻ പോവാണ്. അങ്ങനെ സുന്ദി മനയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ്, കയ്യും പൊള്ളിച്ചോണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ തമ്പുരുവിന്റെ കാഴ്ചശക്തി ബ്രഹ്മരക്ഷസ് കവർന്നെടുക്കുകയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു തമ്പുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബ്രഹ്മരക്ഷസ് ഉണ്ണിമോളോട് പറയാണ്. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ണിമോക്ക് മനസ്സിലായി. അധികം വൈകാതെ തന്നെ തമ്പുരുവിന്റെ കാഴ്ചശക്തിയും കൂടെ നഷ്ടപ്പെടും. പിന്നീടോ ചിത്തഭ്രമം ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നീട് ഗിരിദേവനോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ഗിരിദേവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഒരാണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കും. എങ്ങനെ തമ്പുരിനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, വാ തമ്പുരു, നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. ദേവിയോടും അയ്യപ്പസ്വാമിയോടും പ്രാർത്ഥിക്കാം. അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തമ്പുരുവിന്റെ കാഴ്ചശക്തി പോകത്തില്ല, അത് മാത്രമല്ല സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നും പറഞ്ഞ് തമ്പുരുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്, പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സുഗന്ധിയാണ് കൈ പൊള്ളിയിട്ട് നെട്ടോട്ട് ഓടുവാണ്. കുടത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കൈ ഇറക്കി വെച്ച് നോക്കുവാണ് ആ പൊള്ളലൊന്ന് മാറുവാന്ന്. എവിടെ പൊള്ളല് മാറാനായിട്ടാ, കയ്യില് ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുക. ആ വള കിടക്കുന്ന അത്ര സ്ഥലം ഇങ്ങനെ പൊള്ളിക്കൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ താഴേക്ക് ഓടി ഇറങ്ങി വരുന്ന സമയത്ത് ഗിരിദേവനും അയ്യപ്പസ്വാമി അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്താണെങ്കിൽ പുറത്ത് കാര്യസ്ഥനും അങ്ങോട്ട് വന്ന് ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഓടിയുള്ള വരവ്. ഈ വരവ് കണ്ടപ്പോഴത്തേനും തന്നെ പാവര് പറഞ്ഞു, ചേച്ചിയുടെ കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സുഗന്ധി രൂക്ഷമായിട്ട് നോക്കണം. ഗിരിദേവൻ പറഞ്ഞു, നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ചേച്ചി, ആ കയ്യിലെ പൊള്ളല് അത് മാറില്ല എന്ന് പറയാണ്. അത് മാറണമെങ്കിൽ ചേച്ചി ഇത്രയും കാലം എന്തൊക്കെ ആരിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിലോ അതെല്ലാം തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇനി ആ പൊള്ളല് മാറുള്ളൂ എന്ന് പറയാണ്. ബാബര് പറഞ്ഞു, ഗിരിദേവൻ പറഞ്ഞു കേട്ടില്ലേ, ഈ കങ്കണത്തിലെ അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ശരിക്കും ദൈവം തരുന്ന ശിക്ഷയാണത്. അത് നരകത്തിൽ ചെന്ന് അനുഭവിക്കേണ്ട അഗ്നി, അതായത് നരകാഗ്നിയാണത് ആ കൈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചേച്ചി ചെയ്ത ദ്രോഹങ്ങള് അതിനെല്ലാം ചേച്ചി പ്രായച്ചിത്തം ചെയ്താൽ മാത്രമേ ഇനി ആ വള അവിടുന്ന് മാറുള്ളൂ, ആ വളയിലെ തീ അങ്ങോട്ട് മാറുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് കാര്യസ്ഥന്റെ കൂടെ ഉണ്ടായിരുന്ന അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ വള ഊരിയ തീരാവുന്നതല്ലേ ഉള്ളെന്ന് ചോദിക്കുകയാണ്. കാര്യസ്ഥൻ പറഞ്ഞു, അത് ഊരാൻ പറ്റില്ല, പൊള്ളുവാന്ന് പറഞ്ഞു അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഇത് പിടിക്കാനും പറഞ്ഞിട്ട് ആ ബാഗ് കാര്യസ്ഥൻ്റെലേക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്ന് ആ വള ഊരാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുമ്പോഴത്തേനും തീ കൊണ്ടുള്ള പൊള്ളലേറ്റ ആൾ ഓടിപ്പോയി വീഴാൻ തുടങ്ങുവാണ്. അയാൾക്ക് മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല, അയൽക്കത്ത് പോലും അടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാ. സുഗന്ധി കിടന്ന് പരക്കം പായുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. സുഗന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി, താൻ എടുത്ത മുതലുകളൊക്കെ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ അഗ്നി കയ്യിൽ നിന്ന് പോവില്ലെന്ന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്ന അങ്ങ് വെളനിലവിളക്ക് വെച്ചിട്ട് അതിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഉണ്ണിമോളും തമ്പുരും കൂടെ കൂടിയിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പൊ ആ സമയത്ത് തമ്പുരോട് പറയണം, നന്നായിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ, ദേവിയോടും അയ്യപ്പസ്വാമിയോടും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയണം. അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നു നോക്കുമ്പോഴത്തേനും തമ്പുരുവിന് തോന്നി തന്റെ കണ്ണിന്റെ കാഴ്ചശക്തി ഭയങ്കര നന്നായിട്ട് മങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് തമ്പുരിനൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉണ്ണിമോൾ തിരിഞ്ഞു നോക്കി തമ്പുരി ഇങ്ങനെ കണ്ണടയ്ക്കുന്നുണ്ടോ. അപ്പൊ ഉണ്ണിമോൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം തമ്പുരിന് ശേഷിയില്ലല്ലോ, പറയാൻ പറ്റില്ല എന്താന്ന്. പിന്നീട് ഉണ്ണിമോള് ചോദിച്ചു, എന്ത് പറ്റി തമ്പുരു, എന്താന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും തമ്പുരു ഇങ്ങനെ ആംഗ്യം കാണിക്കുവാണ്, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്ന്, കണ്ണ് കാഴ്ചശക്തി മങ്ങുന്ന പോലെ തോന്നുവാന്ന്. ഈ സമയം ഉണ്ണിമോളിൽ ഒരു ഞെട്ടലാണ്, ദൈവമേ ഇനി കാഴ്ചശക്തിയും കൂടെ പോവാണ്. പിന്നീട് ശരിക്കും നോക്കാൻ പറയണം, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ തമ്പുരിന്റെ കാഴ്ചശക്തിയും കൂടെ പോയി. ഉണ്ണിമോള് ധർമ്മ സങ്കടത്തിലായി. പാവം തമ്പുരുവിനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്താണ് തമ്പുരിന്റെ അച്ഛനും അമ്മയും കൂടെ വരുന്നത്. അപ്പൊ അമ്മയ്ക്ക് സുഖമായി. അപ്പൊ ഈ സമയത്ത് തമ്പുരു അവിടെ ഉണ്ടെന്ന് അറിയായിരുന്നു. അങ്ങനെ തമ്പുരിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അവർ രണ്ടുപേരും കൂടെ വരുമ്പം കാണുന്ന കാഴ്ചയോ, തമ്പുരിനെയും കൂട്ടിക്കൊണ്ട് ഉണ്ണിമോൾ അങ്ങോട്ട് ഇറങ്ങിയ കയ്യെ പിടിച്ചോണ്ടാ വരുന്നേ. ഈ കാഴ്ച കൊണ്ട് രഘു ഓടിച്ചെല്ലുവാണ്. രഘു ഓടിച്ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി മോളെ, എന്താ പറ്റിയത്, ഇതെന്താ ഉണ്ണിമോളെ കയ്യെ പിടിച്ചോണ്ട് വരും തമ്പുരിനെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഉണ്ണിമോളൊന്നും മിണ്ടിയില്ല. എന്ത് പറ്റി ഉണ്ണിമോളെ, കാര്യം എന്താന്ന് പറ. അതെ, എന്നോട് ക്ഷമിക്കണം അങ്കിളെ, അത് കാഴ്ചശക്തി പോയെന്ന് പറയുന്നത് തമ്പുരുവിന്റെ. കാഴ്ചശക്തി എന്ത് കാണിച്ച, അതറിയത്തില്ല, എന്ത് കാണിച്ച പോയെന്നറിയത്തില്ല, പക്ഷെ ഇപ്പം തമ്പുരുവിന് കാണാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും രഘുവും എന്നാ തമ്പുരുവിന്റെ അമ്മയും വന്നിട്ട്
ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് തമ്പുരാൻ. എന്നിട്ട് പൊട്ടിക്കരയാണ്. എൻ്റെ പൊന്നുമോളെ, ഇനി ഞങ്ങൾ എന്തൊക്കെ കാണണം, ഇത് സഹിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ഉണ്ണിമോൾക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം വന്നു. കാരണം ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക്, ഭജന എഴുന്ന് കഴിയുമ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന്. ഇപ്പൊ ആ ഇതും പോയി. അതോടൊപ്പം ആ പ്രതീക്ഷകളും അസ്തമിച്ചു. അതോടൊപ്പം തന്നെ കാഴ്ചശക്തിയും പോയേക്കുവാണ്. ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്താലാ ഇവളുടെ ഈ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമാകുന്നേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് പറഞ്ഞു, അറിയത്തില്ല അങ്കിൾ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പൻ പറഞ്ഞ എന്താണെന്നറിയോ? ബ്രഹ്മരക്ഷസ് ഒരാണ്ട് തികയുന്ന സമയത്ത് അതിന് മുമ്പ് ആ ലോക്കറ്റ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ തമ്പുരുവിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും. പിന്നെ തമ്പുരുവിന് ചിത്തഭ്രമം സംഭവിക്കുന്ന പറഞ്ഞ് ഭ്രാന്ത് വരുമെന്ന്. ഇത് കേട്ടതും അവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. എന്താ ഉണ്ണിമോളെ പറയണേന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ആ അപ്പൂപ്പൻ പറഞ്ഞ കാര്യങ്ങളാ. അപ്പൂപ്പൻ പറഞ്ഞ പോലെ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പാണ്ട് കാഴ്ചശക്തിയും പോയെന്ന് പറയണം. പ്രത്യേകിച്ച് ഗിരിദേവനും ബാബരും എന്ത് ചെയ്യുന്ന ചോദിക്കണം. അവരകത്തുണ്ട് ബാന്നും പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗിരിദേവന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗിരിദേവന്റെ അടുത്ത് എന്നിട്ട് ഗിരിദേവനോട് ചോദിക്കുന്നു, എന്താ ഗിരിദേവായി കാണുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എൻ്റെ മോളെ രക്ഷിക്കാൻ ഇനി കഴിയില്ലെന്ന് ചോദിക്കുന്നത്. ഗിരിദേവൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക. ഒന്നും തമ്പുരുവിന് പറ്റില്ല. തമ്പുരുവിന് സംസാരശേഷിയും തിരിച്ചു കിട്ടും, കാഴ്ചശക്തിയും തിരിച്ചു കിട്ടും. നിങ്ങളൊരു അല്പസമയം ക്ഷമിക്കണം. നിങ്ങൾ അന്നപൂർണേശ്വരി ദേവിയും അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിയെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ അവർക്ക് ആശ്വാസമൊക്കെ നൽകുന്നുണ്ട്. ഈ സമയത്ത് രഘുവും ഭാര്യയും വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നല്ല സുഗന്ധി അങ്ങോട്ട് വരുവാണ്. സുഗന്ധി വെറും വരവല്ല വരുന്നത്. കാരണം മോഷ്ടിച്ചെടുത്ത ആ സ്വർണ്ണ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്ന കയ്യിൽ, അത് മോഷ്ടിച്ചതിന്റെ പേരിൽ, അതുമല്ല വേറെ കുറെ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ മോഷ്ടിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഈ തീ അഗ്നി കയ്യിൽ വന്നിരിക്കുന്നത്, ആ പൊള്ളിക്കൊണ്ടിരിക്കുന്ന കയ്യ്. അപ്പൊ വന്നിട്ട് രഘുവിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനായിരുന്നു അന്ന് അത് എടുത്തത്. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചു തന്നാലോ എൻ്റെ കയ്യിൽ ഈ അഗ്നി പോവണമെന്നാ ഈ നിൽക്കുന്ന കുട്ടി പറയണേ. നിൽക്കുന്ന കുട്ടി എനിക്ക് വള സമ്മാനിച്ചത്. പക്ഷെ അതിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഈ കൈക്ക് പൊള്ളലുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാണ്. രഘുവിന് അത്ഭുതമാണ് തോന്നിയത്. അങ്ങനെ രഘുവിന് ആ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്. കാരണം അതിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. രഘു പറയുകയും ചെയ്തു, നിങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് എൻ്റെ മോൾക്ക് നീ ആപത്തുണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കത് അറിയാവോന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഒറ്റ വ്യക്തി എല്ലാത്തിനും കാണുന്നു. രഘുവിനോട് ഗിരിദേവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്തുടരുന്ന ആരാന്നും ബ്രഹ്മരക്ഷസ് ആരാന്നും ഉള്ള കാര്യങ്ങളൊക്കെ രഘുവിനോട് പറഞ്ഞായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രഘുവിന് മനസ്സിലായി, ആ ലോക്കറ്റ് കാണാനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത്. അവിടെ വന്നതിന് ശേഷം ഗിരിദേവൻ ഈ കാര്യങ്ങളെല്ലാം പറയണേ. അതുകൊണ്ടാണ് രഘുവും സുഗന്ധിയോട് പറയാൻ, നിങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന്. പക്ഷെ ആ ലോക്കറ്റ് എവിടെയാ പോയെന്നൊന്നും അറിയത്തില്ല. ആ ലോക്കറ്റ് എങ്ങോട്ടാ തമ്പുരിന്റെ അമ്മ എറിഞ്ഞു കളഞ്ഞ്, രാത്രിയല്ലേ, എങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞെന്ന് പോലും അവർക്കറിയത്തില്ല. ഇനി അത് എവിടെ പോയി തപ്പി കണ്ടുപിടിക്കാനാ? അത് കിട്ടാനും ബുദ്ധിമുട്ടല്ലേ. അപ്പം സുഗന്ധി ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തം ചെയ്യുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.